നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത്. ഞാൻ അല്പം പുതിനയില എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതെടുത്തിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളക്, നമ്മുടെ എരിവിന് അനുസരിച്ചിട്ടുള്ള വറ്റൽമുളകും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി പോരാതെ വന്നതുകൊണ്ടാണ് നമ്മുടെ സവാള ഒരെണ്ണം കൂടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ റോസ്റ്റ് ആയതുകൊണ്ട് സവാളയുടെ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയുടെ ചൂട് അല്പം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലായിരിക്കും. അതുകൊണ്ടാണ് മാക്സിമം ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ മാത്രം സവാളയിലേക്ക് പോവുക. പിന്നീട് എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്. അതിനെ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 തക്കാളി അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലക്കൂട്ടുകളിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ ഇവിടെ ഞാൻ പാചകത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ്. ഇനിയുമാണ് നമ്മുടെ കഥയിലെ നായകൻ്റെ രംഗപ്രവേശം. മീൻ പരിഞ്ഞിൽ. ഇത് നമ്മുടെ ചൂരയുടെ പരിഞ്ഞിലാണ്. ഏകദേശം 750 ഗ്രാമിന് മുകളിലായിട്ടുണ്ട്. ഒരു 8 കിലോ ഉള്ള ഒരു ചൂരയുടെ അകത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 750-800 ഗ്രാമിന് മുകളിലായിട്ടുണ്ട് ഈ പരിഞ്ഞിൽ. ഇതിനെയാണ് നമ്മളിന്ന് റോസ്റ്റ് ആക്കാൻ പോകുന്നത്. ഈ പരിഞ്ഞിൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പരിഞ്ഞിലിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന്റെ മുട്ട ഉടയാതെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഈ നമ്മൾ ആ കണ്ടിച്ചു വെച്ച പരിഞ്ഞിലിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിക്കും. അതിനായി നമ്മൾ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേവിക്കുമ്പോൾ ഞാൻ അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വേവാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ അല്പം ഉപ്പും. എല്ലാം ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ മീൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മീൻ മുട്ട വേവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി അത് റോസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാക്കി വെക്കണം. സവാള അരിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് വേണം സവാള നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അരിയാൻ വേണ്ടിയിട്ട്. ചെറിയ ഉള്ളി എത്ര ഇടുന്നോ അത്രയും അതിൻ്റെ ടേസ്റ്റിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. മാക്സിമം ചെറിയ ഉള്ളി ഇടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ശ്രമിക്കുക. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവാള ഉപയോഗിക്കുക. നമ്മുടെ പരിഞ്ഞിൽ ഏകദേശം നല്ല തിളച്ച് വെന്ത് ഏകദേശം നല്ല പരുവായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അതിനി തുറന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കാം. അതിലെ വെള്ളം അല്പം ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കതൊന്ന് വേവിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെയാണല്ലോ മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇടുക. ചെറിയ തീയിൽ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് നമ്മുടെ ആ വറ്റൽമുളക് നമുക്ക് ഇച്ചിരി മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. പച്ചമുളകല്ല ഞാൻ ഉപയോഗിക്കുന്നത്, വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സവാളയുടെ പച്ചമണം മാറുന്നിടം വരെ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം വളരെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
തക്കാളി കൂടി ഇട്ടിട്ട് നമുക്ക് പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പുതിനയില നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഏകദേശം നല്ല ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിനിയും മസാലപ്പൊടികൾ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർക്കുന്നത് മുളക് പൊടി, കുരുമുളക്, അല്പം ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടാണ് അത് പിന്നെ വേവിച്ചത്. അതുകൊണ്ട് അല്പം മാത്രമേ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതുകൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ വളരെ നന്നായിട്ട് സവാളയിലൊക്കെ പിടിച്ച് നല്ല ഫൈൻ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനിയും നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ മീനിൻ്റെ പരിഞ്ഞിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വേവിച്ച വെള്ളം കൂടി നമ്മൾ ഇതിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കാം. കൂട്ടത്തിൽ നമുക്ക് ഈ മീനിൻ്റെ പരിഞ്ഞിലിനെ ഒന്ന് പൊടിക്കുകയും കൂടി ചെയ്യാം. നമുക്കിതിനെ തുറന്നു വെച്ച് വേവിക്കാം. ഇത് ഇച്ചിരി കൂടെ ഡ്രൈ ആവാനുണ്ട്. ആ ഡ്രൈ ആവുന്നതിനും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോണം, ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അത് വേവിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫിഷ് എഗ് റോസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പാലപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടവും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ. ഫിഷ് എഗ് റോസ്റ്റ് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കി പരുവായിട്ടുണ്ട്. അപ്പം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.